ഈ വീഡിയോയിൽ ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിന് കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിലാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ മാത്രം പേ ചെയ്താൽ മതിയാവും. എപ്പോഴാണോ ബയർ ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ മാത്രമായിരിക്കും അയാൾക്ക് ആ ഗുഡ്സിന് മേലുള്ള ഓണർഷിപ്പ് ലഭിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രണ്ട് പാർട്ടീസാണ് ഈ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലുള്ളത്. ഒന്ന് സെല്ലർ, രണ്ടാമത്തത് ബയർ. സെല്ലറിനെ ഹയർ വെണ്ടർ എന്നും ബയറിനെ ഹയർ പർച്ചേസർ എന്നുമാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിൽ ഒരേ സമയം ഹയർ വെണ്ടറിൻ്റെയും ഹയർ പർച്ചേസറിൻ്റെയും ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ രണ്ടു പേരുടെയും ബുക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഹയർ പർച്ചേസറിൻ്റെ ബുക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ബയർ സെല്ലർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റായ ഡൗൺ പേയ്മെൻറ്റ് രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇയർ എൻഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് P&L അക്കൗണ്ടിലേക്ക് ഈ ഡിപ്രിസിയേഷനും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹയർ പർച്ചേസിൻ്റെ ബുക്സിൽ വരുന്നത്. ഹയർ വെണ്ടറിൻ്റെ ബുക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഗുഡ്സ് സെയിൽ നടത്തുന്നു, പിന്നെ ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്നു, ഇയർ എൻഡിങ്ങിൽ ഫസ്റ്റ് അക്കൗണ്ടിലെ ബാലൻസ് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഹയർ സെയിൽ അക്കൗണ്ടിൻ്റെ ബാലൻസും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് രണ്ടുപേരുടെയും ബുക്സിൽ വരുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ നമ്മൾ ഇലസ്ട്രേഷൻ 1 to 4 വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതറിയായി ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ക്യാഷ് പ്രൈസ് തരാത്ത കേസസിൽ നമ്മൾ ബാക്ക് കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇലസ്ട്രേഷൻ 3 and 4 നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടാവില്ല, പക്ഷെ അന്യൂറ്റി വാല്യൂ തന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അന്യൂറ്റി വാല്യൂ ഉപയോഗിച്ച് ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ ബാക്ക് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. അന്യൂറ്റി വാല്യൂ ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു അന്യൂറ്റി വാല്യൂ തന്നിട്ടുള്ളപ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബാക്ക് കാൽക്കുലേഷൻ തന്നെ ചെയ്യേണ്ടി വരും. ഇനി ഇലസ്ട്രേഷൻ 6 ഒന്ന് വായിച്ചു നോക്കുക. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് പേയിങ് ₹20,000 ആനുവലി ഫോർ 10 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ₹20,000 എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആണെന്ന് മനസ്സിലായി. അന്യൂറ്റി വാല്യൂ തന്നിട്ടുണ്ട് 7.7217. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലാവുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ ക്യാഷ് പ്രൈസ് എന്നാണ്. അപ്പോൾ ക്യാഷ് പ്രൈസ് അന്യൂറ്റി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമുക്കറിയാം. അതായത് ക്യാഷ് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു അന്യൂറ്റി ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ₹20,000 ആണ്. അന്യൂറ്റി വാല്യൂ എന്ന് പറയുന്നത് 7.7217 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ അന്യൂറ്റി വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇലസ്ട്രേഷൻ 7 ഒന്ന് പോകാം. അതൊന്ന് വായിച്ചു നോക്കാം. ഇലസ്ട്രേഷൻ 7 നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് പ്രൈസും ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിളുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ₹5,000 ഈച്ച്. ഇനീഷ്യൽ പേയ്മെൻറ്റ് അതായത് ഡൗൺ പേയ്മെൻറ്റ് 5,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്യൂറ്റി വാല്യൂ 3.54595 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അന്യൂറ്റി വാല്യൂ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമുക്കറിയാമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് പ്രൈസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 5,000 ഇൻറ്റു 3.54595 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇത് കൂടാതെ നമുക്ക് തുടക്കത്തിൽ ഇനീഷ്യൽ പേയ്മെൻറ്റ് ₹5,000 ഉണ്ട്, അതായത് ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതും ക്യാഷ് പ്രൈസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ ക്യാഷ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡൗൺ പേയ്മെൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ അന്യൂറ്റി വാല്യൂവും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡൗൺ പേയ്മെൻറ്റും കൂടെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ₹22,730 ക്യാഷ് പ്രൈസ് എന്ന് കിട്ടുന്നത്. ക്യാഷ് പ്രൈസ് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിളാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാഷ് പ്രൈസ് അറിയാം,
പിന്നെ നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസും കൂടെ അറിയാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം ക്യാഷ് പ്രൈസിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഹയർ പർച്ചേസ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് അറിയാൻ ശ്രമിച്ച് ഹയർ പർച്ചേസർ ഹയർ വെണ്ടർക്ക് ടോട്ടലി എത്ര എമൗണ്ട് പേ ചെയ്യുന്നുണ്ടോ അതിനാണ് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണും. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നോക്കിക്കേ, ആദ്യം ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് ഉണ്ട് ₹5,000, അതായത് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് എടുക്കാം. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് കണക്കാക്കുമ്പോൾ ആദ്യം നമ്മൾ ആ ഡൗൺ പേയ്മെൻറ്റ് എടുത്തു. പിന്നീടുള്ളതിൽ ഇൻസ്റ്റാൾമെൻറ്റ്സാണ്. 4 ഇൻസ്റ്റാൾമെൻറ്റ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ 4 തവണ ₹5,000 വെച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടായ 5,000 നമ്മൾ എടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ എമൗണ്ട് ആയിരിക്കും ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസ് ₹25,000 എന്ന് കിട്ടും. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് കിട്ടി. ക്യാഷ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 22,730 ആണ്. 22,730. ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും. അതായത് ക്യാഷ് പ്രൈസിൻ്റെയും ഹയർ പർച്ചേസ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് 25,000, ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 22,730. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആയ 2,270 ആണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ. അതാണ് നമുക്കിവിടെ എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. ഇൻസ്റ്റലേഷൻ 8 ഒന്ന് നോക്കാം. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജനതാ മോട്ടോഴ്സിൻ്റെ ബുക്സിൽ മലയാളം ട്രേഡേഴ്സ് അക്കൗണ്ട് കാണിക്കാനായിട്ടാണ്. അപ്പോൾ ജനതാ മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ പർച്ചേസറും മലയാളം ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ വെണ്ടറുമാണ്. ഓക്കെ, അപ്പോൾ ജനതാ മോട്ടോഴ്സിൻ്റെ ബുക്സിൽ മലയാളം ട്രേഡേഴ്സ് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളത് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്യാഷ് പ്രൈസ് ഓഫ് 1 മോട്ടോർ സൈക്കിൾ വാസ് 26,730 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ക്യാഷ് പ്രൈസാണ് തന്നിരിക്കുന്നത്. ജനതാ മോട്ടോഴ്സ് ഇവിടെ 2 മോട്ടോർ സൈക്കിൾസാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടണമെങ്കിൽ 26,730 ഇൻറ്റു 2 ചെയ്യണം. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 6%. 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണുള്ളത്, എല്ലാം ഈക്വൽ പേയ്മെൻറ്റ്സ് ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് അന്യൂറ്റി വാല്യൂ ആണ് 2.6730. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന മലയാളം ട്രേഡേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്കൊരു കാര്യം മിസ്സിംഗ് ആണ്. അതായത് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. 3 ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് അറിയാതെ നമുക്ക് ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ചെയ്യാതെ നമുക്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്? ക്യാഷ് പ്രൈസും തന്നിട്ടുണ്ട്, അന്യൂറ്റി വാല്യൂ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫോർമുല അറിയാം. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻറ്റു അന്യൂറ്റി ആണെന്ന്. ഇവിടെ നമുക്ക് ക്യാഷ് പ്രൈസും അന്യൂറ്റിയും അറിയാമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് ഡിവൈഡഡ് ബൈ അന്യൂറ്റി. അപ്പോൾ നമ്മുടെ ക്യാഷ് പ്രൈസ് എത്രയാണ്? നമ്മുടെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 26,730 ആണ് ഒരു മോട്ടോർ സൈക്കിളിന്. അപ്പോൾ 2 മോട്ടോർ സൈക്കിളിന് 53,460 റുപ്പീസാണ്. ഇനി നമ്മുടെ അന്യൂറ്റി എന്ന് പറയുന്നത് 2.6730 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കിട്ടി 20,000. അപ്പോൾ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഇപ്പോൾ അതിൻ്റെ എമൗണ്ട് കിട്ടി 20,000. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കിട്ടിയത് കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പഴയ പ്രോബ്ലംസിലെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മലയാളം ട്രേഡേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ആ ട്രേഡേഴ്സ് അക്കൗണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് വരേണ്ട എൻട്രി എന്ന് പറയുന്നത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി, അതാണ് ബൈ മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പ്രൈസായ 53,460 കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരേണ്ടത് ഡൗൺ പേയ്മെൻ്റ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അത് നമുക്ക് നോക്കണ്ട.
പിന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ നിന്ന് കിട്ടും. അതായത് 3208 അത് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി ഈ വർഷത്തിൻ്റെ അവസാനമാണ് നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. 20,000 റുപ്പീസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടയ്ക്കുന്നത്. അതാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20,000 റുപ്പീസ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് 36,680. ഇത് തന്നെ നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. പിന്നെ ആ വർഷത്തിൻ്റെ അവസാനം ഇതുപോലെ ഇൻട്രസ്റ്റ് അക്രൂ ആവുന്നു. 2,220 ആ എമൗണ്ട് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. സെക്കൻഡ് ഇയറിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയി 20,000 പേ ചെയ്യുന്നതാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിച്ചു. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന എമൗണ്ട് വന്നു. തേർഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ് 1,132. അത് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ഡയറക്റ്റ്ലി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചു. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയ 20,000 ആണ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചത്. അതോടെ ഈ അക്കൗണ്ട് ബാലൻസ് ആയി. ഇത്രയുള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതിൽ ആദ്യം നമുക്ക് എല്ലാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ക്യാഷ് പ്രൈസ് തരാതുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് തരാതുള്ള ക്വസ്റ്റ്യൻസ് വന്നു. ഇത് നമുക്ക് ഇൻട്രസ്റ്റ് തരാതുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചിലപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമുക്കറിയാം. ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാം. ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണോ അതിൽ നിന്നും ക്യാഷ് പ്രൈസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റിനെ ഓരോ വർഷം എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അതിൻ്റെ റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പ്രഷൻ 9ൻ്റെ സഹായത്തോടെ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നോക്കി ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നതെന്ന്. അതിൽ ₹30,000 ഈസ് പെയ്ഡ് ഓൺ ഡെലിവറി എന്ന് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ 30,000 ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ബാലൻസ് ഇൻ 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ₹20,000 ഈച്ച് പേയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20,000 ആണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് അടയ്ക്കുന്നത്. അത്രയും കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് പ്രൈസ് ഓഫ് ദ ട്രക്ക് വാസ് ₹60,000 എന്ന്. ക്യാഷ് പ്രൈസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ഈച്ച് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എങ്ങനെയാണെന്ന്. അതായത് ഹയർ പർച്ചേസ് പ്രൈസും നമ്മുടെ ക്യാഷ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുന്നത് 20,000. അത് 3 തവണകളായിട്ടാണ്. അപ്പോൾ 60,000 റുപ്പീസ് വരും. ടോട്ടൽ ഈ പർച്ചേസർ സെല്ലറിന് പേ ചെയ്യുന്നത് 90,000 റുപ്പീസാണ്. അതാണ് നമ്മുടെ ഹയർ പർച്ചേസ് പ്രൈസ്. ക്യാഷ് പ്രൈസ് ഡയറക്റ്റ്ലി നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ₹60,000 ആണ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 90,000 മൈനസ് 60,000 അതായത് 30,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് 30,000 കിട്ടി. ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എത്ര എമൗണ്ട് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ആ എമൗണ്ടിൻ്റെ റേഷ്യോയിൽ നമുക്ക് ഈ ടോട്ടൽ ഇൻട്രസ്റ്റായി 30,000 ഡിവൈഡ് ചെയ്തെടുക്കാം. അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് പേയബിളും കൂടുതലായിരിക്കും. പിന്നീടുള്ള വർഷങ്ങളിൽ ആ എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഈ 30,000 റുപ്പീസിന് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ആ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ വർഷമുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അറിയാം എങ്കിൽ മാത്രമേ നമുക്ക് റേഷ്യോ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആദ്യം നമുക്ക് നോക്കാം. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതെന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. അപ്പോൾ ആ 30,000 അടച്ച് കഴിയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പോൾ 90,000 ആണ് ടോട്ടൽ പേ ചെയ്യാനുള്ളത്. അതിൽ ഇനി 60,000 രൂപയാണ് നമുക്ക് ബാക്കി പേ ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 20,000 കൂടെ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 40,000 വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 20,000 ആണ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 20,000 പേ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്കൊന്നും ബാക്കി നിൽക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ വർഷം 60,000, രണ്ടാമത്തെ വർഷം 40,000, മൂന്നാമത്തെ വർഷം നമുക്ക് 20,000 റുപ്പീസാണ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ. അതായത് 6:4:1
2. ഇത് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് ഷോർട്ടാക്കുമ്പോൾ 3:2:1 റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. 3:2:1. ഇനി നമ്മുടെ 30,000 എന്ന് പറയുന്ന ടോട്ടൽ ഇൻട്രസ്റ്റിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ 30,000 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കിട്ടും, അതായത് 15,000 rupees. ഇനി സെക്കൻഡ് ഇയറിൽ 30,000 ഇൻറ്റു 2/6 ചെയ്ത് കഴിയുമ്പോൾ 10,000 കിട്ടും. തേർഡ് ഇയറിൽ 30,000 ഇൻറ്റു 1/6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5,000 കിട്ടും. അപ്പോൾ 3 വർഷങ്ങളിലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട് സാധിക്കും. ചില ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ക്യാഷ് പ്രൈസ് മിസ്സിംഗ് ആയിരിക്കും. ക്യാഷ് പ്രൈസ് ബാക്ക് കാൽക്കുലേഷൻ വഴിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സപ്പോസ് അന്യൂറ്റി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അന്യൂറ്റി വാല്യൂ ഇൻറ്റു ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. ചില ക്വസ്റ്റ്യൻസിൽ ക്യാഷ് പ്രൈസും അന്യൂറ്റി വാല്യൂയും തന്നിട്ടുണ്ടാകും, പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽസ് ക്യാഷ് പ്രൈസ് ഡിവൈഡഡ് ബൈ അന്യൂറ്റി ചെയ്താൽ മതിയാവും. ഇനി ഇൻട്രസ്റ്റ് തരാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട കേസസ് ആണെങ്കിൽ ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി ഇൻട്രസ്റ്റ് പെർ ഇയർ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ റേഷ്യോയിൽ ആ ടോട്ടൽ ഇൻട്രസ്റ്റിനെ ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ താങ്ക് യു.